എന്തു പറ്റും ബൈജു? ഒരു നല്ല ഫംഗ്ഷന് പോകുമ്പോ നിങ്ങൾ രണ്ടുപേരും എന്താ അത്ര ഗൗരവത്തിൽ? ഹാപ്പി ആയിരിക്കണ്ടേ? ഫംഗ്ഷൻ നടക്കുമ്പോഴല്ലേ ഹാപ്പി. അതെന്താ അങ്ങനെ? അവളുടെ വീട്ടുകാരൻ നാണം കിടുന്നത് കാണുമ്പോഴല്ലേ നമുക്കൊക്കെ സന്തോഷിക്കാൻ കഴിയുള്ളൂ. അവര് നാണം കെടില്ലല്ലോ. ക്യാഷും ഗോൾഡും ഒക്കെ അവര് ശരിയാക്കിയെന്നല്ല കേട്ടത്. അവര് റെഡിയാക്കിയിരുന്നു, പക്ഷേ ചടങ്ങ് നടക്കുമ്പോ അതവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം. അതെന്താ? അവളുടെ അമ്മയും അച്ഛമ്മയും തെണ്ടി തിരിഞ്ഞുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച ആഭരണം സത്യയുടെ അലമാരയിൽ നിന്ന് ഞങ്ങൾ എടുത്തു മാറ്റി. ആണോ? അതെ, ഞാനാണ് അവളുടെ കണ്ണ് വെട്ടിച്ച് സ്വർണം കട്ടെടുത്തത്. ഗുഡ്. ചുമ്മാതല്ല, ഒരു കള്ള ലക്ഷണം മുഖത്തുണ്ട്. ഉണ്ടോ? ഇപ്പൊ പോയില്ലേ? സത്യയുടെ റൂമിൽ പോയി മോഷണം നടത്തിയതിന് ഒരു സമ്മാനവും ബൈജുവേട്ടന് കിട്ടിയിട്ടുണ്ട്. അതെന്താ സമ്മാനം? മൂക്കിന് നല്ല ഇടി. ആര്? സത്യ ഇടിച്ചോ? അല്ല ഏട്ടാ, അത് പിന്നെ സത്യ റൂമിലോട്ട് വന്നപ്പോ ഞാൻ വാതിലിനിടയിൽ ഒളിച്ചു. ഡോറ് തുറന്നപ്പോ അത് വന്ന് എന്റെ മൂക്കി കൊണ്ടു. അത്രേ ഉള്ളൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി കുറച്ച് വേദനിക്കുന്നത് നല്ലതാ. സ്വർണം നഷ്ടപ്പെട്ടത് സത്യ അറിഞ്ഞിട്ടുണ്ട്. അതെയോ? ഉണ്ടാവണം. ഇന്നലെ രാത്രി അവള് ക്ലീറ്റസിനെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. പിന്നെ ഗോൾഡ് വാങ്ങിക്കാനായിട്ട് ഒരു ചെക്ക് കൊടുക്കുന്നതും കണ്ടു. അതെ, അത് സുധി ഒപ്പിട്ട് നമ്മുടെ കമ്പനി ചെക്കാ. ആ കാശ് കൊടുത്ത് അവള് ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി ക്ഷേത്രത്തിലെ പൂജ മുടങ്ങാൻ. അതെങ്ങനെ? ദേവിക്ക് ചാർത്താനുള്ള ആഭരണങ്ങളിൽ പകുതി വാങ്ങിക്കേണ്ടത് സത്യയുടെ വീട്ടുകാരാ. അതായത് അവരുടെ കാശാണ് അതിനു വേണ്ടി ചെലവാക്കേണ്ടത്, അല്ലാതെ മണിമംഗലം ബിൽഡേഴ്സിന്റെ കമ്പനി കാശ് എടുത്തിട്ടല്ല. ഓ, എന്താ സതീഷേട്ടാ ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ടും ഒരു കൺഗ്രാറ്റ്സ് പോലും പറയാത്തത്? നൈസ്. അതെ, നമുക്ക് പോയാലോ? ബാ പോലോ. കേറ്. ഒന്ന് വേഗം ആവട്ടെ സുധി. ദേ കഴിഞ്ഞു. എല്ലാരും ഇറങ്ങിയോ? ആ, അവരെല്ലാം പോയി. പോയോ? നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവര് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് പറഞ്ഞു. അച്ഛമ്മയും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിച്ചോ? ആ കാര്യമല്ല അച്ഛൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും. വാ, നമുക്കിറങ്ങാം. വാ. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. അതൊന്നും ഇപ്പൊ വേണ്ട. കഴിക്കാതെ പോയാൽ ശരിയാവില്ല. എന്നാ എനിക്ക് കോഫി മാത്രം മതി. ശരി, വാ. എനിക്ക് തോന്നുന്നതേ ഇന്നുകൊണ്ട് എല്ലാം ശരിയാവുന്ന. അവൾ ഇന്ന് നിന്നൊരുകും. സതീഷ് ഏട്ടന് നമ്മൾ കൊടുത്ത പണിയിൽ ഒരു താല്പര്യമില്ലെന്ന് തോന്നല്ലോ. ഹേയ്, നല്ല പണിയല്ലേ? നന്നായിടാ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് നാണം കെടുത്തണം. ചടങ്ങ് നടക്കുന്ന നേരത്ത് സത്യ അപമാനിക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ആ ചടങ്ങ് പോലും നടക്കാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാ ഞാൻ വരുന്നത്. അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹലോ. ഓക്കെ. അത് തന്നെ ചെയ്തോളൂ.
ചൂടായത്. അയ്യോ ആണോ? എന്നാ ഞാൻ ആറ്റി കൊണ്ടുവരെങ്കിതാ. കുറച്ചുകൂടെ മധുരം വേണം. ആ കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഒന്നും വേണ്ട. ഒരു ദോശയെങ്കിലും കഴിക്കേ. അവിടെ ഇനി എപ്പോഴാ പൂജ എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റാന്ന് ആർക്കറിയാം. നമ്മൾ ലേറ്റ് ആവില്ലേ? പെട്ടെന്ന് കഴിച്ചാ മതി. കഴിക്കും. വെള്ളം എടുക്കാം. നീ കഴിക്കുന്നില്ലേ? വേണ്ട, നമുക്ക് പെട്ടെന്ന് പോവാം. എനിക്ക് മതി. കാറിന്റെ ചാവി എന്തേലുണ്ട്, വാ. ഞാൻ ഡ്രൈവ് ചെയ്യാമേ? അത് വേണ്ട, ഞാൻ ഓടിച്ചോളാം. വേണ്ട സുധി, ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞതല്ലേ, ക്ഷീണം കാണും. ക്ഷീണമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഓടിച്ചോളാം. സുധി റെസ്റ്റ് എടുത്താ മതി. ഓ ശരി, വാ. എന്തായി കാര്യങ്ങൾ? അവര് ഫംഗ്ഷൻ എത്തില്ല. ഗുഡ്. അവരുടെ കാറിന്റെ ബ്രേക്ക് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അവരിറങ്ങിയോ? ഇറങ്ങി. ഇപ്പൊ കാറിലാണ് അവര്. അപ്പോ ഇന്ന് ക്ഷേത്രത്തിൽ ഫംഗ്ഷൻ നടക്കില്ല എന്ന് ഉറപ്പായി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ശരി സാർ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. തീർച്ചയായും. ഇങ്ങനെ പോയാലേ ചടങ്ങിന്റെ സമയത്ത് നമ്മൾ അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാറിയിരിക്കും, ഞാൻ ഓടിക്കാം. ഈ സ്പീഡിൽ പോയാലും കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തിയിരിക്കും. ഓ പിന്നെ അമ്മ വിളിക്കുന്നു. ആ അമ്മേ. നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇറങ്ങി, അങ്ങോട്ട് വന്നോണ്ടിരിക്ക. അയ്യോ വേഗം വാ, ഞങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിലെത്തി. ഞങ്ങളിതാ അരമണിക്കൂറിൽ അവിടെ എത്തും. വേഗം വാ, നിങ്ങൾ വരാതെ പൂജ തുടങ്ങാൻ പറ്റില്ല. വേഗം വരാം. ശരി.
സ്പീഡ് കൂട്ടിയോ? ഇതെന്തിനാ ഇത്ര സ്പീഡിൽ പോണേ? സ്പീഡ് കുറയ്ക്കേ. സുധിയല്ലേ പറഞ്ഞത് സ്പീഡ് പോരാന്ന്. അതിന് ഇത്രയും സ്പീഡ് എന്തിനാ? അരമണിക്കൂർ കൊണ്ട് ക്ഷേത്രത്തിലെത്തുമെന്ന് സുധിയല്ലേ ഇപ്പൊ അമ്മയോട് പറയുന്നത് കേട്ടത്. അരമണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ ദേ ഇത്രയെങ്കിലും സ്പീഡിൽ പോയേ പറ്റൂ. അത് ഞാൻ അമ്മയോട് വെറുതെ പറഞ്ഞതാ. അമ്മയോട് അങ്ങനെ വെറുതെ പറയാൻ പാടുണ്ടോ? നീ സ്പീഡ് കുറച്ചേ. നമുക്ക് അരമണിക്കൂർ കൊണ്ട് ക്ഷേത്രത്തിലെത്താന്നേ. അതൊന്നും വേണ്ട. നേരം കുറച്ച് വൈകിയാലും ജീവനോടെ അവിടെ എത്തിയാ മതി. സ്പീഡ് കുറയ്ക്ക് പ്ലീസ്. സുധിക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു. സ്പീഡ് കുറയ്ക്കാൻ. അതെ, പേടിയാവുന്നുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല. ഓവർ സ്പീഡിൽ കാർ ഓടിച്ചാൽ പോലീസ് പിടിക്കും. പിന്നെ അവരുടെ പിന്നാലേക്ക് ഓടേണ്ടി വരും. പാവം. എന്നാലും പേടിയുണ്ടെന്ന് സമ്മതിക്കില്ല. ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ. ബ്രേക്ക് ഇല്ലെന്ന കാര്യം സുധി അറിഞ്ഞാൽ കൂടുതൽ പേടിക്കും. സ്പീഡ് കുറയ്ക്കുക സത്യ. കുറയ്ക്കാണ്. ആദ്യം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്ക്. ആക്സിലേറ്ററിൽ നിന്ന് ഇപ്പോഴേ കാലെടുത്തു. എങ്കിൽ ബ്രേക്കിൽ കാല് വയ്ക്ക്. സത്യ കളിക്കല്ലേ, സ്പീഡ് കുറയ്ക്ക്. എന്താ നീ കാണിക്കുന്നേ? എന്തിനാ നീ ഇങ്ങോട്ട് കയറിയത്? വണ്ടി നിർത്ത്, ഞാൻ ഓടിക്കാം. വണ്ടി നിർത്താൻ തന്നെയാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, ബ്രേക്ക് ഔട്ടടി. ചവിട്ടുന്നുണ്ട്. ഇതിന് ബ്രേക്ക് ഇല്ല സുധി. ബ്രേക്ക് ഇല്ലെന്നോ? ആ അതെ, നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന കാറിന് ബ്രേക്ക് ഇല്ല. സത്യ, സത്യ, ദേവി, എല്ലാ തടസ്സങ്ങളും നീക്കി സത്യവും സുധിയും കാത്തുരക്ഷിക്കണേ ദേവി. ഔട്ട് ഓഫ് റേഞ്ച് ആണല്ലോ. അവരിതുവരെ എത്തിയില്ലല്ലോ മോളെ. ആ, അവിടുന്നുള്ള മറ്റെല്ലാവരും എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഓഫീസിലിരിക്കുക. സുധിയും സത്യ ഉടനെ എത്തുമെന്നാ പറഞ്ഞത്. സത്യമാണോ നീ വിളിച്ചത്? വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് തോന്നുന്നു. അവൾ ആഭരണങ്ങളെല്ലാം എടുത്തിട്ടുണ്ടാവോ എന്തോ? എടുക്കാതിരിക്കുവോ? ആ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. അതെങ്ങാനും നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടമ്മേ. അവരെ കാണുന്നില്ലല്ലോ മോളെ. പൂജ അവസാനിക്കുന്നത് വരെ പല തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാ തിരുമേനി പറഞ്ഞത്. നഷ്ടപ്പെട്ട ആഭരണങ്ങൾ തിരിച്ചു കിട്ടിയതോടെ എല്ലാ തടസ്സങ്ങളും തീർന്നിട്ടുണ്ടാവും. വാ അമ്മേ, നമുക്ക് പൂജാ സ്ഥലത്തേക്ക് പോകാം. പൂജയ്ക്കിനി അധികം സമയമില്ലല്ലോ മോളെ. ഇവരെന്താ ഇത്ര വൈകുന്നേ? അമ്മ വാ, നമുക്ക് നോക്കാം. വാ. ഇത് എവിടേക്കായി പോകുന്നേ? അറിയില്ല. ആളില്ലാത്ത റോഡെ പോയില്ലെങ്കിൽ കൊലകുറ്റത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നോക്കി
എന്താ ചെയ്യുന്നേ? എന്ത് തോന്നിയ നീ കാണിക്കണേ? വണ്ടി നിർത്തിയതാണ് ഇപ്പൊ കുഴപ്പമായത്. ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ഇപ്പോഴും ഒന്നും പറ്റിയില്ലല്ലോ. അയ്യോ, നശിപ്പിച്ചു. എന്താ നീ കാണിക്കുന്നത്? ബ്രേക്കിന് എന്താ പറ്റിയെന്ന് നോക്കണ്ടേ? ബ്രേക്കിനൊന്നും പറ്റിയിട്ടില്ല, എല്ലാം നിന്റെ കുഴപ്പാ. ബ്രേക്ക് പോയെന്ന് ഞാൻ സുധിയോട് പറഞ്ഞതല്ലേ? ബ്രേക്ക് പോയിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ വണ്ടി നിന്നത്? എന്റെ കാറിന്റെ കാര്യം എനിക്കറിയാം. അങ്ങനെ ബ്രേക്ക് പോകുന്ന കാറൊന്നും അല്ല ഇത്. എന്റെ സുധി, ഒന്ന് ക്ഷമിക്കുന്നേ. വണ്ടിയുടെ ബ്രേക്ക് പോയെന്നറിഞ്ഞ നമ്മൾ ടെൻഷൻ അടിക്കാതെ ആദ്യം കാല് ആക്സിലേറ്ററിൽ നിന്ന് എടുക്കണം. പിന്നെ സാവകാശം ഗിയർ ഡൗൺ ചെയ്ത് വരണം. അങ്ങനെ ഡൗൺ ചെയ്ത് വേണം വണ്ടി നിർത്താൻ. ഇപ്പൊ നിന്നതും ഞാൻ അതുപോലെ ചെയ്തതുകൊണ്ടാണ്. എന്നിട്ടാണോ ബമ്പർ ഇടിച്ചു പൊളിച്ചത്? ആ, ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി തന്ന എന്നെ അഭിനന്ദിക്കേണ്ടതിന് പകരം ചീത്ത വിളിക്കണോ? ദേ, നല്ല ഡ്രൈവർമാര് ഇങ്ങനെ തന്നെയാ ചെയ്യാ. അതൊക്കെ എനിക്കറിയാം. എന്നിട്ടാണോ ഒന്നും അറിയാത്തവരെ പോലെ സംസാരിക്കുന്നത്? ഞാനേ ബ്രേക്ക് ഒന്ന് നോക്കട്ടെ. ഏത് പട്ടിക്കാട്ടിലാണോ ഇവള് കൊണ്ട് നിർത്തിയത്? വല്ല കടുവയോ പുലിയോ കാണുമെന്ന് ആർക്കറിയാം? സുധി, ബ്രേക്ക് പോയതല്ല. ഇപ്പോഴെങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ എന്റെ വണ്ടി അങ്ങനെ ബ്രേക്ക് പോണ വണ്ടിയല്ലാന്ന്. കഴിഞ്ഞ ദിവസം സർവീസിങ് കഴിഞ്ഞതേ ഉള്ളൂ. ബ്രേക്ക് പോവില്ല. ബ്രേക്ക് പോക്കിയതാണെന്ന്. നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം എടുത്ത് മാറ്റിയതാണെന്ന് സുധി. ആര്? അതിപ്പോ എനിക്കാണോ അറിയാ? പൂജ കഴിയുന്നതിന്റെ തൊട്ട് മുൻപ് വരെ സുധിക്ക് അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് തിരുമേനി പറഞ്ഞിരുന്നു പോലും. അതെ, അച്ഛൻ പറഞ്ഞു. തിരുമേനിയുടെ പ്രവചനത്തിന് ഒരു പൊൻതൂവൽ കൂടി ആയിന്ന് വേണമെങ്കിൽ പറയാം. സുധി ഡിക്കി തുറന്ന ടൂൾസിങ് എടുത്ത് ഞാൻ ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്റെ സുധി ഒന്ന് ചെല്ല്. അതിനാ പ്ലെയർ ഇങ്ങോട്ട് എടുത്തേ.
പ്ലെയറെ ഉം. ആ, ബെസ്റ്റ്. ഇതാണോ പ്ലെയർ? ഇത് സ്പാനറാ. ഉം. ആ സുധി, സുധി ഇത് എവിടെയാ? ഞാനിവിടെ ഉണ്ടേ. സുധി ഇത് എവിടെയാ? ആ കൊള്ളാലോ, ഇവിടെ വന്നിരിക്ക. ആ ടൂൾസ് ഒന്ന് എടുത്തു തരാൻ പറഞ്ഞിട്ട്. എന്താ സുധി? ഒന്നുമില്ല, എന്തോ കാലിൽ കുത്തിയതാ. കാലിന് കുത്താനോ? മുള്ളാണെന്ന് തോന്നുന്നു. ഈ കാട്ടുവഴിയിൽ കൊണ്ടേ വണ്ടി നിർത്തിയ പിന്നെ മുള്ളു കുത്താതെ. നല്ല വഴിയിൽ വണ്ടി നിർത്താൻ ആഗ്രഹമില്ല എന്നിട്ടല്ലല്ലോ. ബ്രേക്ക് പോയ വണ്ടി ഇങ്ങനെ ഒരു കാട്ടുവഴി കൊണ്ട് നിർത്താൻ പറ്റിയത് നമ്മുടെ ഭാഗ്യം. എവിടെയാ മുള്ളു കുത്തിയ നോക്കട്ടെ, കാണിച്ചു. എന്തീ കാണിക്കുന്നേ? ഏയ്, എന്തിനാ മുള്ളു കുത്തിയാൻ ഇതൊക്കെ കെട്ടുന്നേ? അത് ഇത് സാധാരണ മുള്ളല്ല, പിന്നെ ഇതൊരു വിഷമുള്ള മുള്ള. വിഷമുള്ള മുള്ളോ? അങ്ങനൊരു മുള്ളുണ്ടോ? ഇതെന്തീ കാണിക്കുന്നേ? മുള്ളിന്റെ വിഷം എടുത്ത് കളയ. പാമ്പ് കടിച്ചാലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓ, എന്താ സത്യ ഇത്? വിട് സത്യ, നമുക്ക് വേഗം ക്ഷേത്രത്തിലെത്തണം, വെറുതെ സമയം കളയാതെ. നിക്കവിടെ. എന്താ ഈ സത്യക്ക് പറ്റിയത്? എന്നെ പാമ്പ് കടിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ വിഷം കടിച്ചെടുക്കണ പോലെ ചെയ്യാൻ. അതെ സുധി, ഇത് പാമ്പ് കടിച്ചത് തന്നെയാ.
എന്നെ പാമ്പ് കടിച്ചെന്നോ? ടെൻഷൻ ആവണ്ട, പാമ്പ് കടിച്ചത് തന്നെയാ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, എന്റെ കാല്! അയ്യോ, അയ്യോ, എന്റെ കാല്! അയ്യോ സുധി പേടിക്കണ്ട, ഒന്നും വരില്ല. വരും. അയ്യോ, ഞാൻ മരിച്ചു പോകും. അയ്യോ, എന്റെ കാല്! വേഗം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോ. അയ്യോ, ഇവിടെ ആരുമില്ലേ? അയ്യോ, എന്റെ കാല് പാമ്പ് സുധി കടിച്ചേ. പേടിക്കാതെ സുധി, ഒന്നുമില്ല. അയ്യോ, സത്യം എനിക്ക് വയ്യ, മയക്കം വരുന്നു. ഇല്ല സുധി, ഒന്നുമില്ല. പേടിക്കണ്ട, പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ല, നേരെ വന്നേ. അയ്യോ, എന്താ? ആ വിഷം വലിച്ചു കളഞ്ഞ ഒന്നിച്ചെന്നും തോന്നുന്നു. അയ്യോ, ഇവിടെ ഞാൻ എവിടേക്ക് കൊണ്ടുപോകും? ഈശ്വര, ഇവിടെ ഒരു റോഡ് പോലും കാണുന്നില്ലല്ലോ. സത്യ, എനിക്ക് നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ജീവനോടുള്ളപ്പോ നിനക്കൊന്നും സംഭവിക്കില്ല. സത്യ, 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 ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. നിന്നെ എനിക്ക് വേണം. സത്യ, സത്യ, നിനക്ക് എന്താ പറ്റിയേ? ആരും കാണാനില്ലല്ലോ. സത്യ, സത്യ, കണ്ണു തുറക്ക്. സത്യ, സത്യ, കണ്ണടയ്ക്കാൻ പാടില്ല. കണ്ണു തുറക്ക്. നോക്ക് സത്യ, കണ്ണു തുറന്ന് നോക്ക് സത്യ, പ്ലീസ് സത്യ. കണ്ണടയ്ക്കല്ലേ സത്യ. പാമ്പിന്റെ വിഷം ഉള്ളിൽ ചെന്ന കണ്ണടയ്ക്കാൻ പാടില്ല സത്യ. കണ്ണു തുറക്ക്, കണ്ണു തുറക്ക് സത്യ. ഓടാം. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും ഓടാൻ പറ്റും. വയ്യെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങനെ എടുത്തോണ്ട് ഓടുന്നു? താഴെ വെക്കേ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ടാക്സി കിട്ടുമെന്ന് നോക്കട്ടെ. സത്യം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും. എന്തിനാ ടാക്സി? നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? സത്യയുടെ ഉള്ളില് വിഷം എത്തിയിട്ടുണ്ടാവും. എന്റെ ഉള്ളില് ഒരു വിഷവും എത്തിയിട്ടില്ല. പിന്നെ പിന്നെ ബോധം പോണ പോലെ വീണതോ? അത് വീണത് പോലെ കാണിച്ചതല്ലേ. എന്ത് അഭിനയിച്ചാണെന്നോ? അതെ. മഹാഭാവി, എന്നെ കൊണ്ട് ഇത്രയും ദൂരം നിന്നെ എടുത്ത് ഓടിപ്പിച്ചിട്ട് നിന്ന് ചിരിക്കുന്നോ നീ? അത് പിന്നെ അതൊക്കെ ഒരു രസമല്ലേ വിക്രമ? കാട്ടിലൂടെ നീ എന്നെ ഇങ്ങനെ എടുത്തോണ്ട് ഓടുമ്പോ കുറച്ചൊരു റൊമാൻസ് ഒക്കെ വരില്ലേ? റൊമാൻസിന് പറ്റിയ സമയമാണോ ഇത്? ആ, റൊമാൻസിന് അങ്ങനെ നേരവും കാലമൊന്നുമില്ല. ഓ, ഞാൻ എത്രമാത്രം പേടിച്ചെന്നറിയോ? അതെനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നറിയോ? നല്ല അടിയാ നിനക്ക് തരണ്ടേ. ഓ, എന്റെ നടു ഒടിഞ്ഞു. എന്നെ എടുത്ത് റൊമാൻറ്റിക്കായി ഓടിയതുകൊണ്ടല്ലേ നടു ഒടിഞ്ഞത്? റൊമാൻറ്റിക് ആയിട്ട് ഓടാനോ? എനിക്കറിയാം. നിനക്ക് എന്തറിയാം? ഒരുമാതിരി ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? ഞാൻ നിന്നെ കൊണ്ട് എന്നെ എടുത്ത് ഓടിപ്പിച്ചത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ പറ, എനിക്കിപ്പോ അറിയണം. നിന്നെ പാമ്പ് ചെറുതായിട്ടൊന്ന് കടിച്ചതേ ഉള്ളൂ. അതും കടിക്കണമെന്ന് വിചാരിച്ച് കടിച്ചൊന്നുമല്ല, എന്തോ ഏരെയാണെന്ന് വിചാരിച്ച് കടിച്ചതാ. ആ വിഷം ഞാൻ എടുത്ത് തുപ്പിക്കളയുകയും ചെയ്തു. അല്ലാതെ നീ അതിനെ ഉപദ്രവിച്ചതുകൊണ്ടാണ് കടി കിട്ടിയിരുന്നതെങ്കിൽ നീ സ്പോട്ടി കാലിയായന. നിന്റെ ഉള്ളില് വിഷത്തിന്റെ അംശം വല്ലതും ഉണ്ടോന്നറിയാൻ വേണ്ടിയാ ഞാൻ നിന്നെ കൊണ്ട് ഓടിച്ചത്. അഥവാ എന്റെ ശരീരത്തിൽ വിഷം ഉണ്ടായിരുന്നെങ്കിലോ? നിനക്ക് എങ്ങനെ അറിയാം വിഷം ഉണ്ടോ ഇല്ലയോന്ന്? ആ, വിഷം ഉണ്ടായിരുന്നെങ്കിലേ ഇത്രയും ദൂരം വിക്രമൻ എന്നെ എടുത്തോണ്ട് ഓടില്ലായിരുന്നു. എന്നെ ഒന്ന് പൊക്കാൻ പോലും കഴിയാതെ ഇവിടെ കുഴഞ്ഞു വീണന്. എന്റെ ജീവനും കൊണ്ട് നീ പരീക്ഷണം നടത്തുമായിരുന്നു അല്ലേ? പിന്നല്ലാതെ. റേഞ്ച് ഇല്ലാത്ത ആ കാട്ടില് ബ്രേക്ക് പോയൊരു വണ്ടിയുമായി ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ വഴിയിൽ തളർന്ന് വീണിരുന്നെങ്കിലോ? ഞാനപ്പോ
സുധിയെ എടുത്തോണ്ട് ഓടുമായിരുന്നു. കൊറേ ഓടും. എടി, പാമ്പ് കടിച്ച് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ തെറ്റായ രീതികളാ. ആ, അതിപ്പം വേറെ നിവർത്തിയില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ തന്നെയല്ലേ വഴിയുള്ളൂ. ഇപ്പൊ എന്തായാലും സുധിയുടെ ഉള്ളില് ഒരിത്തിരി പോലും വിഷമില്ലെന്ന് മനസ്സിലായി. നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്തിന്? സ്വന്തം ജീവൻ തിരിച്ചു കിട്ടിയാനോ? വേഗം വാ, നമുക്കേ കാർ എടുത്ത് പോവാം. വാ. അതിന് കാറ് ബ്രേക്കൊക്കെ അത്യാവശ്യം ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. മാ സുധി, എന്റെ പൊന്നു സുധിയല്ലേ. നിന്നെ ഞാൻ നിക്കടെ അവിടെ. എല്ലാ കാര്യങ്ങളും തിരുമേനി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി വരില്ലേ? ഇല്ല, തിരുമേനി ഇന്ന് നാട്ടിലില്ല. രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. തിരുമേനി ഇല്ലാതെ ചടങ്ങ് എങ്ങനെയാ നടത്തുക? ദേവി വിഗ്രഹത്തിന് മുമ്പിൽ താലി ചാർത്തിയാൽ മതിയെന്നും പൂജാരി കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു. ഞാനുണ്ടാവും. പക്ഷേ ദേവി വിഗ്രഹത്തിന് മുന്നിൽ താലി അഴിച്ച് മറുതാലി കിട്ടണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം. അത് നിങ്ങളിൽ ആരിലെങ്കിലും ദേവി പ്രസാദിക്കണം. എങ്കിലേ ചടങ്ങ് നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോ ചടങ്ങ് നടക്കില്ല എന്നർത്ഥം. അങ്ങനെ തിരുമേനി പറഞ്ഞിട്ടില്ലല്ലോ. ശുദ്ധ മനസ്സുള്ള ആരിലെങ്കിലും ദേവി പ്രസാദിക്കാം. അതിനാദ്യം സുധിയും സത്യം ഇവിടെ എത്തണ്ടേ? എങ്കിലല്ലേ അതൊക്കെ കൊണ്ട് കാര്യമുള്ളൂ. സുജിതേ, നീ അവര് വന്നിട്ടുണ്ടോ നോക്കി. ഇവിടെയാണ് പൂജ നടക്കുന്നതെന്ന് പറയണം. ശരി, ബൈജേട്ടൻ വാ. എല്ലാവരും ക്ഷേത്രത്തിലെത്തി. സത്യയും സുധിയും ഇപ്പൊ ഏത് ഐസിയുലാന്ന് ആർക്കറിയാം. നിൽക്കുന്നു. സതീഷേട്ടാ, ഏട്ടനെന്താ ഇവിടെ നിൽക്കുന്നേ? അകത്ത് കയറിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇന്ന് ചടങ്ങ് നടക്കില്ല എന്ന് ഉറപ്പല്ലേ? അതെന്താ? അല്ല, അത് പിന്നെ ദേവിക്ക് ചേർത്താനുള്ള സ്വർണം നിങ്ങൾ അടിച്ചു മാറ്റിയ സ്ഥിതിക്ക് ചടങ്ങ് എങ്ങനെ നടക്കാനാ? ചടങ്ങ് നടക്കണം, അപ്പോഴല്ലേ നമുക്കൊരു രസമുള്ളൂ. എന്ത് രസം? ചടങ്ങിന്റെ സമയത്ത് പെണ്ണ് വീട്ടുകാര് കൊണ്ടുവന്ന 10 പവൻ എവിടെയെന്ന് ചോദിക്കുമ്പോ കാലി പെട്ടിയും വെച്ച് കണ്ണും മിഴിച്ചു നിൽക്കും സത്യയുടെ അമ്മ. അതിനിപ്പോ സുധിയും സത്യം കാണുന്നില്ലല്ലോ. അല്ല, അവരിപ്പോ എത്തുമായിരിക്കും. വരട്ടെ, എന്നിട്ട് വേണം എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി ആട്ടി ഇറക്കാൻ. ബൈജു, ഒരു കോഫി കഴിച്ചാലോ? ആയിക്കോട്ടെ. ഏയ്, ഏതായാലും ക്ഷേത്രം വരെ വന്നതല്ലേ, ഞങ്ങളൊന്ന് പോയി ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. ശരി, എങ്കിൽ ചെല്ലു. വാ ബൈജേട്ടാ.
കാണിക്കുന്നേ? നമ്മുടെ വണ്ടിക്ക് നല്ല ബ്രേക്ക് ഉണ്ടെന്ന് നാലാൾ അറിയട്ടെ സുധി. സോറി ഏട്ടാ, അവള് വെറുതെ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലടാ. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. ഏട്ടന്റെ ദേഹത്ത് തട്ടിയിരുന്നെങ്കിലോ? നല്ല ബ്രേക്കും അസല് ഡ്രൈവറും ആണെങ്കിൽ വണ്ടി പറഞ്ഞിടത്ത് നിൽക്കും. അല്ലെങ്കിൽ സതീഷ് ഏട്ടനോട് ചോദിച്ചു നോക്ക്. അല്ലേ സതീഷ് ഏട്ടാ? ഈ ബ്രേക്കുള്ള വണ്ടിക്ക് അപകടം പറ്റില്ലല്ലോ അല്ലേ? അല്ല, നിങ്ങൾ എങ്ങനെ എത്തി? അതെന്ത് ചോദ്യവാ? കാറിൽ ഞങ്ങൾ വന്നത് കണ്ടതല്ലേ? അതല്ല, എന്താ ലേറ്റാന്നാ ചോദിക്കാൻ വന്നേ? ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ, പിന്നെന്തിനാ സതീഷ് ഏട്ടൻ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷേ മുഖം കണ്ട അങ്ങനെ തോന്നും അല്ലേ സുധി? നമ്മൾ ലേറ്റായ ഏട്ടന് ടെൻഷൻ ആവില്ലേ? അതെ അതെ, പിന്നെ നിങ്ങൾ വന്നല്ലോ, അപ്പൊ എനിക്ക് ടെൻഷൻ പോയി. അല്ല, എന്താ നിങ്ങൾ ലേറ്റ് ആയത്? വഴിയിൽ ട്രാഫിക് ബ്ലോക്കോ ആക്സിഡന്റോ? അത് ആക്സിഡന്റ് ഉണ്ടാകുമായിരുന്നു, എന്നാൽ നിർഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. നിർഭാഗ്യവശാലോ? അല്ല, ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. അത് പിന്നെ ഏട്ടാ, വരുന്ന വഴിക്ക് കാറിന്റെ ബ്രേക്ക് പോയി. അയ്യോ, എന്നിട്ട്? ബ്രേക്ക് പോയാൽ എന്താ സംഭവിക്കുക? വണ്ടി നിയന്ത്രണം വിടും. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കും. ആള് ചിലപ്പോ വടിയായിന്നും വരും. എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറ. ഇവൾക്ക് അറിയായിരുന്നു ഏട്ടാ, വണ്ടിയുടെ ബ്രേക്ക് പോയാൽ നമ്മൾ ആദ്യം ആക്സിലേറ്ററിൽ നിന്ന് കാല് ഫ്രീ ആക്കുക, അതിനുശേഷം ഗിയർ ഡൗൺ ചെയ്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കുക, അല്ലേ? ആ ഏട്ടാ, ഞാൻ മതി, അവിടെ പൂജക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വേഗം ചെല്ല്. ചെല്ല്. ഏട്ടാ, അല്ല, സത്യയുടെ അമ്മയും അച്ഛമ്മയൊക്കെ വന്നില്ലേ? എല്ലാവരും വന്നു. നിങ്ങളെ വെയിറ്റ് ചെയ്യാ. ഏട്ടൻ വരുന്നില്ലേ? ഞാൻ ഒരു കോഫി കുടിച്ചിട്ട് വരാം. നല്ല ചൂടായി നിൽക്കുമല്ലേ? ഇപ്പൊ തണുത്തത് എന്തെങ്കിലും കുടിക്കുന്നതാ നല്ലത്. ഇടാം, നീ ബ്രേക്ക് കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് നീ ഒരു അക്ഷരം മിണ്ടരുത്. നീ ഇനിയിപ്പൊ അവരെ പ്രതീക്ഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എന്ന് നീ എങ്ങനെ അറിഞ്ഞു? അല്ല, ഇത്രയും നേരമായില്ലേ? സത്യ വരും. അപ്പൊ സുധി വരില്ലേ? അതെന്താ, അവള് സുധിയെ ഉപേക്ഷിച്ചിട്ടാണോ വരുന്നത്? സുജിതേ, വീട്ടിലിരുന്ന് പറയുന്ന പോലെ ഇവിടെയും പറയരുത്. ക്ഷേത്രമായത്. മക്കള് വന്നല്ലോ.
എന്താ മക്കളെ ലേറ്റ് ആയത്? അച്ഛാ, ഞങ്ങൾ വരുന്ന വഴി ഒന്നുമില്ല അച്ഛാ, വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് പ്രോബ്ലം അല്ലല്ലോ. സുധി എന്തോ പറയാൻ തുടങ്ങിയപ്പോ നീ എന്തിനാ ഇടയ്ക്ക് കയറി പറയുന്ന? എന്താടാ പറയും? എന്നാ സുധി എന്നെ പറ. ആ അതെ അച്ഛാ, വരുന്ന വഴിക്ക് ഭയങ്കര തിരക്കായിരുന്നു. അല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? അതെ, അത് മനസ്സിലാവാത്തതേ നിന്റെ ഭാര്യക്കല്ലേ? അച്ഛന്റെ മോള് തന്നെയല്ലേ? ആ ആ എന്നാ വൈകണ്ട, ചടങ്ങ് തുടങ്ങാം. പൂജാരി അല്ല ഒരുക്കാമെന്ന് പറഞ്ഞു. വാ മക്കളെ. നടക്ക. വാ, ഇപ്പൊ ചടങ്ങ് തുടങ്ങും. വാ.